ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് നമ്മളിന്ന് സൈഫൈ മൂവീസിൽ മാത്രം കാണുന്ന കൺസെപ്റ്റ് അല്ല, മറിച്ച് ഇന്ന് നമ്മൾ ചുറ്റും കാണുന്ന എല്ലാത്തിലും എവിടെയൊക്കെയോ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഒരു ഘടകമുണ്ട്. നമ്മളിന്ന് ഉപയോഗിക്കുന്ന മിക്ക ആപ്സിൻ്റെയും ഡ്രൈവിംഗ് ഫോഴ്സ് തന്നെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആണ്. നമ്മൾ ഇഷ്ടപ്പെടുന്ന പല പ്രൊഡക്ട്സിലും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എവിടെയൊക്കെയോ യൂസ് ചെയ്യുന്നുണ്ട്. ഇന്ന് ലോകത്തിൻ്റെ ഡ്രൈവിംഗ് ഫോഴ്സ് തന്നെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആണ്. പക്ഷേ എല്ലാവർക്കും ഒരു ചിന്തയുണ്ട്, ജീനിയസ് ആയിട്ടുള്ളവർക്ക് മാത്രമേ AI പഠിച്ചെടുക്കാൻ പറ്റുള്ളൂ എന്നുള്ളത്. എന്നാൽ അത് ശരിയല്ല. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ അതിനെക്കുറിച്ചാണ് സംസാരിക്കാൻ വേണ്ടി പോകുന്നത്. ഇന്ന് AI ബാരിയർ ഫ്രീ ആയിക്കൊണ്ടിരിക്കുകയാണ്. സോ നിങ്ങൾക്കും AI ഫീൽഡിൽ എന്തെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ, പക്ഷേ നിങ്ങളൊരു മാത്തമെറ്റീഷ്യൻ അല്ല, ടെക് സേവി പേഴ്സൺ അല്ല, കോഡർ അല്ല എന്നുള്ള ചിന്തകളാണ് നിങ്ങളെ പിന്നോട്ട് നയിക്കുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ ഒരിക്കലും മിസ് ചെയ്യരുത്. ഇന്ന് യൂട്യൂബ് നോക്കിയോ അല്ലെങ്കിൽ ഫ്രീ ആയിട്ടുള്ള ഒരുപാട് റിസോഴ്സസ് നോക്കിയോ ടൂൾസ് നോക്കിയോ എഡ്യൂൾ നടത്തുന്ന 6 മാസത്തെ മുതൽ 1 വർഷത്തെ പ്രോഗ്രാംസ് വഴിയോ ആർക്ക് വേണമെങ്കിലും, വ്യത്യസ്ത ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ള ആർക്ക് വേണമെന്നുണ്ടെങ്കിലും AI മേഖലയിൽ ജോലി നേടാൻ സാധിക്കുന്നതാണ്. നിങ്ങൾ സക്സസ്ഫുൾ ഓൺട്രപ്രണർ ആണെങ്കിൽ AI സ്ട്രാറ്റജിക് ഡിസിഷൻസിൽ യൂസ് ചെയ്യാം. മാർക്കറ്റിംഗിലോ സെയിൽസിലോ കസ്റ്റമർ അനലിറ്റിക്സിലോ ഒക്കെ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അതെല്ലാം നിങ്ങളുടെ മേഖല ഏത് തന്നെ ആയിക്കോട്ടെ, നിങ്ങൾക്ക് AI കൊണ്ട് യൂസ് വരുത്താവുന്നതാണ്. നിങ്ങൾക്ക് ആ മേഖല ശോഭിക്കാൻ കഴിയുന്നതാണ്. നിങ്ങൾ ഓൺസ് AI ടൂൾസിനെ കുറിച്ചും AI കുറിച്ചും ഒക്കെയുള്ള ബേസിക് കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ പോലും നിങ്ങളുടെ ഡൊമൈൻ ഏത് തന്നെയാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ കരിയറിൽ ഗ്രോത്ത് ഉണ്ടാക്കാനും ഓപ്പർച്യൂണിറ്റീസ് കണ്ടെത്താനും സാലറി ബെനിഫിറ്റ്സ് കൂട്ടാനും ഒക്കെ സഹായിക്കുന്ന ഒരു മേഖലയാണ് AI. നിങ്ങൾ ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ടത് AI എന്ന് പറയുന്നത് കോംപ്ലക്സ് അൽഗോരിതംസോ പ്രോഗ്രാമിങ്ങോ ഒന്നുമല്ല, മറിച്ച് കറൻ്റ്ലി ലോകത്തിൽ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള പ്രോബ്ലംസിന് ക്രിയേറ്റീവ് ആയിട്ടോ ഡിഫറെൻ്റ് ആയിട്ടുള്ള സൊല്യൂഷൻസ് കൊണ്ടുവരിക എന്നുള്ളതാണ്. ഇന്നത്തെ വീഡിയോയിൽ നോൺ ടെക് ബാക്ക്ഗ്രൗണ്ടുകാർക്ക് എങ്ങനെ AI മേഖലയിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാം എന്നതിനെക്കുറിച്ചാണ് പറയുന്നത്. ഇന്നത്തെ വീഡിയോയിൽ AIയുടെ ഫൗണ്ടേഷണൽ കൺസെപ്റ്റ്സ്, നോ കോഡ് പ്ലാറ്റ്ഫോംസ്, ബിഗിനർ ഫ്രണ്ട്ലി ടൂൾസ് എന്നിവയെക്കുറിച്ചൊക്കെയാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത്. ഈ ചാനലിലെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർക്ക് ഞാൻ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. എൻ്റെ പേര് സാഹിർ. ഈ ചാനലിൽ നമ്മൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, ഡേറ്റാ സയൻസ്, ഡേറ്റ അനലിറ്റിക്സ്, ഫുൾ സ്റ്റാക്ക് ഡെവലപ്മെന്റ്, മേൺ സ്റ്റാക്ക്, സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ഫൈനാൻസ് തുടങ്ങിയ വീഡിയോയിലായിരിക്കും അപ്ലോഡ് ചെയ്യുന്നത്. എഡ്യൂൾ ലേണിംഗിൻ്റെ എയിം തന്നെ ഫ്രഷേഴ്സ് ആയിട്ടുള്ളവർക്കും കരിയർ ഗ്യാപ്പ് വന്നവർക്കും ഒരു IT കരിയർ എനേബിൾ ചെയ്യുക എന്നുള്ളതാണ്. സോ വൺസ് അഗൈൻ ഐ ആം സാഹിർ. വെൽക്കം ടു ദി വീഡിയോ ഓഫ് എഡ്യൂൾ ലേണിംഗ്. ആദ്യമായിട്ട് AI എന്താണെന്ന് പറയാം. ഹ്യൂമൻസ് ചിന്തിക്കുന്നത് പോലെ, പ്രവർത്തിക്കുന്നത് പോലെ, സംസാരിക്കുന്ന പോലെ മെഷീൻസിനെ പഠിപ്പിച്ചെടുക്കുന്ന സയൻസിന്റെ ബ്രാഞ്ചിനെയാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയുന്നത്. AI എന്ന് പറയുന്ന ഒരു സിംഗിൾ ടെക്നോളജി അല്ല, മറിച്ച് വ്യത്യസ്തമായ വേരിയസ് കോൺസെപ്റ്റ്സ്, അൽഗോരിതംസ്, സിസ്റ്റംസ് ഇതിൻ്റെയൊക്കെ കോമ്പിനേഷൻ ആണ്. ഇനി നമുക്ക് AIയുടെ കോർ എബിലിറ്റീസ് എന്തൊക്കെയാണെന്ന് നോക്കാം. AIയുടെ കോർ എബിലിറ്റിയിൽ ഏറ്റവും പ്രധാനമായിട്ട് വരുന്നത് ലേണിംഗ് ആണ്. AI സിസ്റ്റംസിന് വാസ്റ്റ് എമൗണ്ട് ഓഫ് ഡേറ്റ പ്രോസസ്സ് ചെയ്യാനും അതിൽ നിന്ന് ഇൻസൈറ്റ്സ് ഡിറൈവ് ചെയ്ത് സ്വയമേ പഠിച്ച് ഡിസിഷൻസ് എടുക്കാനുള്ള ക്യാപ്പബിലിറ്റി ഉണ്ട്. രണ്ടാമത്താണ് റീസണിങ് ആൻഡ് പ്രോബ്ലം സോൾവിങ്. കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള, കോംപ്ലക്സ് ആയിട്ടുള്ള പ്രോബ്ലംസ് സോൾവ് ചെയ്യാനും ലോജിക്കലായിട്ടുള്ള സൊല്യൂഷൻസ് കണ്ടെത്താനായിട്ട് നമുക്ക് ടൂൾസും സിസ്റ്റംസും ഉപയോഗിക്കാവുന്നതാണ്. ലാംഗ്വേജ് അണ്ടർസ്റ്റാൻഡിങ്. AIയുടെ സബ്സെറ്റായ NLPയുടെ മെഷീൻസിനും നമ്മൾ മനുഷ്യന്മാർ സംസാരിക്കുന്ന ഭാഷ മനസ്സിലാക്കാനും അത് ജനറേറ്റ് ചെയ്യാനും തിരിച്ചു റെസ്പോണ്ട് ചെയ്യാനും ഒക്കെ സാധിക്കും. ഇതിന് ഉദാഹരണമായിട്ട് നമുക്ക് ChatGPTയും അലക്സയും സിറിയും ഒക്കെ കരുതാവുന്നതാണ്. നാലാമതായിട്ടുള്ള AIയുടെ ക്യാപ്പബിലിറ്റിയാണ് വിഷ്വൽ റെക്കഗ്നീഷൻ. AI പവേർഡ് സിസ്റ്റത്തിന് ഒബ്ജക്ട്സും ഫേസസും ഇമേജസും എല്ലാം ഐഡന്റിഫൈ ചെയ്യാൻ കഴിയും. ഈ ഒരു ക്യാപ്പബിലിറ്റി ഉപയോഗിച്ചിട്ടാണ് ഓട്ടോണോമസ് വെഹിക്കിൾ, സെൽഫ് ഡ്രൈവിംഗ് കാർസ്, മെഡിക്കൽ ഇമേജിംഗ് ഫീൽഡിലേക്ക് ഉപയോഗിക്കുന്നത്. നമ്മുടെ ഫേസ് റെക്കഗ്നീഷൻ AI, നമ്മുടെ മൊബൈലിലേക്കുള്ള ഫേസ് റെക്കഗ്നീഷൻ അതിനൊരു ഉദാഹരണമാണ്. ഇനി ഞാൻ പറയാൻ പോകുന്നത് AI കുറിച്ച് പലർക്കുള്ള മിത്താണ്. AI മേഖലയിൽ കടക്കാൻ പലരും മടിക്കുന്നതിന്റെ കുറച്ചു കാരണങ്ങളെക്കുറിച്ചാണ് ഇനി പറയാൻ വേണ്ടി പോകുന്നത്. AI പലരും കരുതിയിരിക്കുന്നത് മാത്തമെറ്റീഷ്യൻസ്, പ്രൊഫഷണൽസ്, ടെക് സേവി അല്ലെങ്കിൽ ജീനിയസ് ആയിട്ടുള്ളവർക്ക് മാത്രം പറ്റുന്നൊരു ഫീൽഡാണെന്നുള്ളതാണ്. ഈ ഒറ്റ കാരണം കൊണ്ട് തന്നെ പലരും ഇത്രയും ട്രാൻസ്ഫോർമേറ്റീവ് ആയിട്ടുള്ള, ഇത്രയും ഗ്രോത്ത് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു മേഖലയിൽ കടന്നു വരാൻ പലപ്പോഴും മടിക്കുന്നുണ്ട്. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒരിക്കലും അത് ശരിയല്ല എന്നുള്ളതാണ്. AI ഒരു കൊച്ചുകുട്ടിക്ക് പോലും, ഒരു 5ാം ക്ലാസ്സിന് പുറത്തുള്ള ഒരു കുട്ടിക്ക് പോലും പഠിച്ചെടുക്കാൻ പറ്റുന്ന തരത്തിൽ ലളിതമായിട്ടുള്ള ഒരുപാട് കൺസെപ്റ്റ്സ് അടങ്ങിയ ഒരു മേഖലയാണ്. അപ്പം ഏതൊരു ആവറേജ് സ്റ്റുഡൻറ്റിനും പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരു ഫീൽഡാണ് AI എന്ന് പറയുന്നത്. രണ്ടാമതായിട്ട് AI കുറിച്ച് ചിന്തിക്കുമ്പോൾ പലരും കരുതുന്നത് AI കോഡിങ് അറിയാവുന്നവർക്ക് മാത്രമേ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ കോഡിങ് അറിഞ്ഞാൽ മാത്രമേ AI ഫീൽഡിൽ കടക്കാൻ പറ്റുള്ളൂ എന്നൊക്കെയാണ്. എന്നാൽ അതും ശരിയല്ല. AI കൺസിഡർ ചെയ്യുമ്പോൾ കോഡിങ് ഒരു എസെൻഷ്യൽ സ്കില്ലാണെന്നുണ്ടെങ്കിലും പ്രോഗ്രാമിംഗ് ഇല്ലാത്ത റോൾസും AIയിലുണ്ട്. പ്രൊജക്ട് മാനേജ്മെന്റ്, ഡേറ്റ ലേബലിംഗ്, AI എത്തിക്കൽ മാനേജർ എന്നിവയൊക്കെ അതിൽ ചുരുക്കം ചില റോൾസ് മാത്രമാണ്. മൂന്നാമതായിട്ട് എല്ലാവരും കരുതുന്നത് AI ടെക് സേവി ആൾക്കാർക്ക് മാത്രമേ പഠിക്കാൻ കഴിയുള്ളൂ എന്നുള്ളതാണ്. എന്നാൽ അതും ശരിയല്ല. ഏത് മേഖല നിങ്ങൾ പഠിച്ചാലും ആ മേഖലയിൽ അനാലിസിസ് ചെയ്യാൻ വേണ്ടിയിട്ട് AIയുടെ പല ടൂൾസും നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്.
നിങ്ങളിപ്പം മെഡിക്കൽ ഫീൽഡിലുള്ളതാണെങ്കിലും ഹെൽത്ത് കെയർ ഫീൽഡിലുണ്ടെങ്കിലും സെയിൽസിലുള്ളതാണെങ്കിലും മാർക്കറ്റിങ്ങിലുള്ളതാണെങ്കിലും എല്ലാം AI പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ മേഖലയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജോലി എളുപ്പമാക്കാനും നിങ്ങളുടെ ടാസ്കുകൾ ഓട്ടോമേറ്റ് ചെയ്യാനുമൊക്കെ സാധിക്കുന്നതാണ്. ഇതിലെല്ലാം ഉപരി പ്രോബ്ലം സോൾവിങ്, ക്രിയേറ്റിവിറ്റി, ഡൊമൈൻ എക്സ്പീരിയൻസ്, കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഇതെല്ലാം ഉള്ളവർക്കും AI മേഖലയിൽ ജോലി സാധ്യതയുണ്ട്. പ്രോബ്ലം സോൾവിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ AI എന്നത് തന്നെ റിയൽ വേൾഡ് ഡേറ്റ ഉപയോഗിച്ചിട്ട് വ്യത്യസ്ത മേഖലകളിലുള്ള പ്രോബ്ലം സോൾവ് ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് മാനേജറായിട്ടോ മാർക്കറ്ററായിട്ടോ കൺസൾട്ടൻ്റ് ആയിട്ടോ ഒക്കെ ഏതെങ്കിലും ഫീൽഡിൽ ജോലി ചെയ്യാൻ സാധിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് AI മേഖലയിലേക്ക് കടക്കാൻ ഇതിൽ പരം സാധ്യതയേറിയ ഒരു സമയമില്ല. ഉദാഹരണത്തിന് ബിസിനസ് ബോട്ടിൽ നെക്സ്, ഡേറ്റ ഡ്രിവൺ സ്ട്രാറ്റജീസ് എല്ലാം ഡിസൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡൊമൈൻ എക്സ്പെർട്ടീസ് മാൻഡേറ്ററി ആണ്. അതെല്ലാം നിങ്ങൾക്ക് ക്രിയേറ്റിവിറ്റി ഉള്ളവരാണെങ്കിൽ അതിനും AI സൊല്യൂഷൻസ് ഉണ്ട്. ഉദാഹരണത്തിന് നിങ്ങൾക്ക് യൂസർ സെൻട്രിക് സൊല്യൂഷൻസ് കണ്ടെത്താനും ഔട്ട് ഓഫ് ദ ബോക്സ് ആയിട്ടുള്ള യുണീക്ക് ചലഞ്ചസ് ടാക്കിൾ ചെയ്യാനും ഒക്കെ സാധിക്കും. നിങ്ങൾക്ക് നേരത്തെ പലപ്പോഴും ഈ വീഡിയോ തന്നെ പറഞ്ഞതാണ്, നിങ്ങൾക്ക് വേറെ മേഖലയിലാണ് എക്സ്പീരിയൻസ് ഉണ്ടെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് AI മേഖലയിലോട്ട് കടക്കാവുന്നതാണ്. കാരണം പലപ്പോഴും AI മേഖലയിൽ വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ AI സൊല്യൂഷൻസ് ബിൽഡ് ചെയ്യുന്നവർക്ക് കോഡിങ്ങിൽ മാത്രം അല്ലെങ്കിൽ പ്രോഗ്രാമിങ്ങിൽ മാത്രമേ പലപ്പോഴും അല്ലെങ്കിൽ ടെക്നോളജിയിൽ മാത്രമേ നോളജ് കാണത്തുള്ളൂ. അവർക്ക് റിയൽ വേൾഡ് പ്രോബ്ലംസ് സോൾവ് ചെയ്യാനുള്ള ക്യാപ്പബിലിറ്റീസ് ഉണ്ടായിരിക്കുന്നതല്ല. ഇവിടെ ഡൊമൈൻ എക്സ്പെർട്ടീസ് ഉള്ളവർക്ക് മാത്രമേ സഹായിക്കാൻ സാധിക്കുകയുള്ളൂ. നിങ്ങൾക്ക് ഇതൊന്നുമല്ല, കമ്മ്യൂണിക്കേഷൻ സ്കില്ലാണെന്നുണ്ടെങ്കിൽ അവിടെയും നിങ്ങൾക്ക് AI മേഖലയിലോട്ട് കടക്കാം. നിങ്ങൾക്ക് പലപ്പോഴും AI മേഖലയിൽ ഡിഫറെൻറ്റ് ടീമുമായിട്ട് കൊളാബറേറ്റ് ചെയ്തിട്ടായിരിക്കും വർക്ക് ചെയ്യേണ്ടി വരുന്നത്. അപ്പം നിങ്ങൾ ഡേറ്റാ സയൻറ്റിസ്റ്റുമായിട്ടും സ്റ്റേക്ക് ഹോൾഡേഴ്സും ഒക്കെ ആയിട്ടുള്ള ടെക്നോളജി കാര്യങ്ങൾ സിംപ്ലിഫൈ ചെയ്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ക്യാപ്പബിലിറ്റി നിങ്ങൾക്ക് AI മേഖലയിലോട്ട് വരാവുന്നതാണ്. ഇനി മേൽപ്പറഞ്ഞ സ്കില്ലൊന്നും നിങ്ങൾക്കില്ല, എന്നാലും നിങ്ങൾക്ക് AI മേഖലയിലോട്ട് വരാനുള്ള സ്റ്റെപ്പുകളെ കുറിച്ചാണ് പറയാൻ വേണ്ടി പോകുന്നത്. ഫസ്റ്റ് ഒന്നെന്ന് പറയുന്നത് ലേൺ ദ ബേസിക്സ് ഓഫ് ഡേറ്റ എന്നതാണ്. കാരണം AI കാലത്ത് ഡേറ്റയാണ് എല്ലാത്തിൻ്റെയും ബാക്ക് ബോൺ. ഡേറ്റയെക്കുറിച്ച് മനസ്സിലാക്കുക എന്നുള്ളതാണ് AI ഫീൽഡ് കടക്കാനായിട്ടുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. കുറച്ച് ഡേറ്റ ലിറ്ററേസും കുറച്ച് ബേസിക് ആയിട്ടുള്ള ടൂൾസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് AI മേഖലയിലോട്ട് കടക്കാവുന്നതാണ്. അതിനായിട്ട് നിങ്ങൾ പഠിക്കേണ്ട കുറച്ച് ബേസിക് ടൂൾസിനെ കുറിച്ചാണ് ഇനി പറയുന്നത്. അതിൽ ആദ്യമായിട്ട് പറയാനുള്ളത് എക്സൽ തന്നെയാണ്. എക്സൽ എന്ന് പറയുന്നത് വെറും ഒരു സ്പ്രെഡ്ഷീറ്റ് അല്ല, മറിച്ച് ഡേറ്റ ക്ലീൻ ചെയ്യാനും വിഷ്വലൈസ് ചെയ്യാനും പ്രോസസ്സ് ചെയ്യാനും ഒക്കെ സാധിക്കുന്ന ഒരു പവർഫുൾ ടൂളാണ്. രണ്ടാമതൊരു ടാബ്ലോ, ഇൻട്രാക്റ്റീവ് ഡാഷ്ബോർഡ്സ് ബിൽഡ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ഡേറ്റ വിഷ്വലൈസേഷൻ ടൂളാണ് ടാബ്ലോ എന്ന് പറയുന്നത്. ടാബ്ലോയുടെ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പിലൂടെ കോംപ്ലക്സ് ഡേറ്റ സെറ്റ്സ് ഈസി ടു അണ്ടർസ്റ്റാൻഡ് ആക്കി നമുക്ക് മാറ്റാൻ സാധിക്കുന്നതാണ്. പവർ ബി ക്രിയേറ്റീവ് വിഷ്വൽ ഇൻസൈറ്റ്സ് ആൻഡ് റിപ്പോർട്ട്സ് ഉണ്ടാക്കാനായിട്ട് പവർ ബി ഐ കാട്ടി മികച്ചതായിട്ടൊന്നുമില്ല. പവർ ബി ഐ മൈക്രോസോഫ്റ്റിന്റെ ടൂളാണ്, അതുകൊണ്ട് പവർ ബി ഐ ഉപയോഗിച്ചിട്ട് മൈക്രോസോഫ്റ്റിന്റെ എക്കോസിസ്റ്റത്തിലുള്ള എല്ലാ ടൂളുമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. നിങ്ങൾക്ക് ഇവയൊക്കെ പഠിക്കാൻ ലിങ്ക്ഡിനോ ഉഡമിയോ യൂട്യൂബോ ഒക്കെ നോക്കാവുന്നതാണ്. പക്ഷേ ഇത്തരത്തിലുള്ള പ്ലാറ്റ്ഫോം ഉപയോഗിച്ച് പഠിക്കാൻ പലപ്പോഴും നമുക്ക് സംഭവിക്കും, നമുക്ക് പലപ്പോഴും പല സ്ഥലത്തും സ്റ്റക്കായി പോകും. അതോടുകൂടി നമ്മൾ നിർത്തി പോകാനുള്ള ചാൻസ് ഉണ്ട്. ആ ഒരു സാഹചര്യത്തിലാണ് എഡ്യൂർ ലേണിംഗ് പോലുള്ള പ്ലാറ്റ്ഫോംസ് നിങ്ങൾക്ക് ഉപകരിക്കുന്നത്. അവിടെ നിങ്ങൾക്ക് ഒരു മെന്ററിന്റെ സപ്പോർട്ട് കൂടി പഠിക്കാവുന്നതാണ്. നിങ്ങൾക്ക് എഡ്യൂർ ലേണിംഗിൽ പഠിക്കണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ യു ക്യാൻ കണക്ട് വിത്ത് us at 97462123. രണ്ടാമതായിട്ട് നിങ്ങൾ ഒരു ബേസിക് കാര്യങ്ങളൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ കേഗിളോ data.gov പോലുള്ള വെബ്സൈറ്റ്സ് ഒന്നും ഡേറ്റ എടുത്തിട്ട് നിങ്ങൾക്ക് ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാം. നിങ്ങൾക്ക് നിങ്ങളുടെ തോട്ട്സ് അനുസരിച്ച് സൊല്യൂഷൻസ് കണ്ടെത്താൻ സാധിക്കുന്നതാണ്. ഇതൊന്നുമല്ല നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതാണ് നോ കോഡ് AI പ്ലാറ്റ്ഫോംസ്. ഫസ്റ്റ് വൺ ഡേറ്റ റോബോട്ട്. ഡേറ്റ റോബോട്ടിലെ AI കോഡ്സ് ഒരു സിംഗിൾ ലൈൻ ഓഫ് കോഡ് പോലും ഇല്ലാതെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. രണ്ടാമത്തെ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന ടീച്ചബിൾ മെഷീൻസ് എന്ന ഗൂഗിളിന്റെ മോഡൽ. ഈ ടൂളിൽ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പിലൂടെ നിങ്ങൾക്ക് മെഷീൻ ലേണിംഗ് മോഡൽസ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇതൊന്നുമല്ല, നിങ്ങൾക്ക് നിങ്ങൾ ടൂൾസ് പഠിക്കുന്നതിനൊക്കെ മുമ്പ് AIയുടെ ബേസിക് കോൺസെപ്റ്റ്സ് മനസ്സിലാക്കാം. AIയുടെ ബേസിക് കോൺസെപ്റ്റ്സ് മനസ്സിലാക്കാനായിട്ട് ഒരുപാട് ഫ്രീ റിസോഴ്സസ് അവൈലബിൾ ആണ്. നിങ്ങൾ അതിനായിട്ട് ആദ്യം ചെയ്യേണ്ടത് എഡ്യൂർ ലേണിംഗ് എന്നൊരു ഡേറ്റാ സയൻസ് പ്ലേലിസ്റ്റ് നോക്കിയിട്ട് അതിൻ്റെ അകത്തുള്ള വീഡിയോ കണ്ടിട്ട് നോട്ട്സ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് AIയുടെ ബേസിക് കൺസെപ്റ്റ്സുകളൊക്കെ മനസ്സിലാവും. എന്തൊക്കെ പഠിക്കണം, എന്തൊക്കെ ജോബ് റോൾസ് ഉണ്ടെങ്കിൽ ഏതൊക്കെ കമ്പനീസാണ് ഹയർ ചെയ്യുന്നത്, എത്ര സാലറി കിട്ടുമെന്നൊക്കെ മനസ്സിലാവും. ഇതെല്ലാം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കോഡ് ബേസിക്സും AI വിത്ത് ലെക്സും സിംപ്ലി ലേൺ പോലുള്ള പ്ലാറ്റ്ഫോംസ് നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. നിങ്ങൾക്ക് ബ്ലോഗ് നോക്കി വായിച്ചാണ് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ടുവേർഡ്സ് ഡേറ്റാ സയൻസ് പോലുള്ള ബ്ലോഗ്സ് നോക്കാം. പിന്നെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ബൈ ടോം ടോളി എന്ന് പറഞ്ഞ ബുക്ക് നോക്കാം. നിങ്ങൾക്കൊരു കോഴ്സ് നോക്കിയാണ് AI പഠിക്കണം എന്നുണ്ടെങ്കിൽ ഇൻട്രൊഡക്ഷൻ ടു AI എന്ന് പറയുന്ന എഡ്എക്സിൻ്റെ കോഴ്സ് നോക്കാവുന്നതാണ്. പിന്നെ ഇൻട്രൊഡക്ഷൻ ടു എവരി വൺ ബൈ ആൻഡ്രൂ എൻജി എന്ന് പറഞ്ഞ കോഴ്സ് നോക്കാവുന്നതാണ്. അത് കോഴ്സറയിലാണ്. ഇൻട്രൊഡക്ഷൻ ടു എവരി വൺ ബൈ ആൻഡ്രൂ എൻജി കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതിനെക്കാട്ടി ഇൻട്രൊഡക്ഷൻ ടു ആർട്ടിഫിഷ്യൽ ബൈ എഡ്എക്സിൻ്റെ കോഴ്സാണ് ഞാൻ ബേസിക്കലി സജസ്റ്റ് ചെയ്യുന്നത്. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ AI ആർക്കൊക്കെ പഠിക്കാമെന്നും എന്തൊക്കെ സ്കില്ലുള്ളവർക്ക് AI മേഖലയിട്ട് കടക്കാം എന്നുള്ളതും എന്തൊക്കെ ബേസിക്കലി ടൂൾസ് ഉണ്ടെന്നും അതിൻ്റെ റിസോഴ്സസ് എന്തൊക്കെയാണെന്നുള്ളതും ഏതൊക്കെ ബ്ലോഗ്സ് വായിക്കണം എന്നുള്ളതും കോഴ്സ് ഏതൊക്കെയാണെന്നുള്ള കാര്യങ്ങളൊക്കെയാണ് മനസ്സിലാക്കുന്നത്. ഈ ചാനൽ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾ ബാക്കിയുള്ളവർക്ക് ഷെയർ ചെയ്യുക. താങ്ക് യു.